ഓപ്പറേഷൻ തുഫാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചേക്കണം. അതുപോലെയാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, ഓട്ടോറിക്ഷയിൽ ചില ആളുകൾ, എന്തിനേറെ നമ്മുടെ ആംബുലൻസിൽ ചില ആൾ, രോഗി പോലുമില്ല, ആരുമില്ല, ഫോണടിച്ച് ലൈറ്റിട്ട് മയക്കുമരുന്ന് കൊണ്ടുപോകുന്ന 4 സ്ഥലങ്ങളിലാണ് പിടിച്ചത്. അപ്പോൾ കേരള പോലീസിന്റെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. ഇത് കണ്ണ് വെട്ടിച്ച് ചെറുപ്പക്കാരികളെയും വിദ്യാർത്ഥികളെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും ഞങ്ങൾ പോലീസ് വെറുതെ വിടില്ല, ശക്തമായി തന്നെ നേരിടും. നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ദൗത്യമാണ് കേരള പോലീസ് ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ടിലൂടെ ഇന്ന് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് കോട്ടയം നഗരത്തിൽ നിന്ന് മാറി വലിയ വികസനം എത്തിച്ചേരാത്ത സ്ഥലമായിരുന്നു ഈ കാരിത്താസ് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം. 1953 തറയിൽ പിതാവിൻ്റെ ദീർഘദൃഷ്ടി ആണ് ഇവിടെ ഒരു ചെറിയ ക്ലിനിക്കായി കാരിത്താസ് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിച്ച കാരിത്താസിന്റെ വളർച്ച അഭിമാനകരമാണ്. ആയിരക്കണക്കിന് രോഗികൾക്ക് ഓരോ ദിവസവും ശുശ്രൂഷ നൽകുന്ന ദൈവസ്നേഹം എന്ന പേരിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് 7 പതിറ്റാണ്ടുകൊണ്ട് ഈ നാടിൻ്റെ ഭാഗധേയം തന്നെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ഒരു മഹത്തായ ആതുര സേവന കേന്ദ്രമാണ് കാരിത്താസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് കാരിത്താസുമായി വലിയ ആത്മബന്ധമുള്ള ഒരാളാണ്. ഞാൻ 3 തവണ ഇവിടെ കോട്ടയത്ത് MP ആയിരുന്ന കാലത്ത് ഈ പ്രസ്ഥാനവുമായി വളരെയേറെ അടുത്ത് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അന്ന് സഭയുടെ അഭിവന്ദനായ കുന്നശ്ശേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന വൻപിച്ച വികസന പ്രവർത്തനങ്ങളെ ഭാഗമാക്കാനും എനിക്കുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ആതുര സേവന കേന്ദ്രമായ കാരിത്താസിൽ ഓപ്പറേഷൻ തുഫാന്റെ ഒരു പുതിയ പദ്ധതി ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പങ്കാളിയാകുമ്പോൾ നമ്മൾ തന്നെ സ്വയം മാറുകയാണ്. നമ്മൾ ജനങ്ങൾക്കൊരു പുതിയ സന്ദേശം നൽകുകയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി മാറുന്ന നമ്മുടെ പുതിയ തലമുറയെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു മഹാദൗത്യമാണ് ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കഴിഞ്ഞ 42 ദിവസമായി കേരളത്തിൽ ഏറ്റവും വിജയകരമായ നിലയിൽ ഓപ്പറേഷൻ തുഫാൻ മുന്നോട്ട് പോവുകയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന DGPയെയും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നിങ്ങളുടെ സാന്നിധ്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പോലീസ് സേനയുടെ കരുത്തും ആവേശവും അവരുടെ ആത്മാർത്ഥതയും ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി വളരെയേറെ സഹായകമായിട്ടുണ്ട്. ഇന്ന് ഈ പദ്ധതി ഞങ്ങൾ തുടങ്ങിയെങ്കിൽ ഇപ്പം ഞങ്ങളുടെ കൈ വിട്ടു പോയിരിക്കുകയാണ്. ഇതിപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. കൊടുക്കാൻ സമയമില്ല. എൻ്റെ ഡയറി മുഴുവൻ പരിശോധിച്ചാൽ 1 മിനിറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അത്രമാത്രം ജനങ്ങൾ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഓപ്പറേഷൻ തുഫാന്റെ ഏറ്റവും വലിയ പ്രചാരകരും ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നത് അവരാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മമാർക്കാണല്ലോ കുടുംബത്തിന്റെ വേദനകൾ, വസ്തുതകൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയുന്നവർ. മക്കൾ മയക്കുമരുന്നിന്റെ അടിമകളായി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അമ്മമാർ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന സാഹചര്യം കേരളത്തിലൊട്ടാകെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ പദ്ധതി ആരംഭിച്ചപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ കത്തുകൾ, ഫോൺ കോളുകൾ, മെയിലുകൾ അതെല്ലാം സൂചിപ്പിക്കുന്നത്
ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങളും അമ്മമാരും ആഗ്രഹിക്കുന്ന പദ്ധതി ഇതാണ് എന്നാണ്. അവരുടെ വേദനയും നെടുവീർപ്പുകളും അവരുടെ മാനസികമായ പ്രയാസങ്ങളും ഇറക്കി വെക്കാൻ ഒരിടമായി ഇന്ന് ഓപ്പറേഷൻ തുഫാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് 3 ഘട്ടമാണ് ഇതിനുള്ളത്. ഒന്ന് ഓപ്പറേഷൻ സ്ട്രൈക്ക്, അത് പോലീസ് ചെയ്യുന്നു. രണ്ടാമത്തേത് ഓപ്പറേഷൻ തുഫാൻ വാരിയേഴ്സ്, നമ്മളൊക്കെ തുഫാൻ വാരിയേഴ്സാണ്. ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായ തുഫാൻ വാരിയേഴ്സായി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമത്തേതാണ് ഓപ്പറേഷൻ കെയർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചതിക്കുഴിയിൽ പെട്ടുപോയ ആളുകളെ രക്ഷിക്കാനുള്ള പദ്ധതിയാണ്. മയക്കുമരുന്നിന് അടിമയായി പോകുന്ന ഒരാളിനെ അയാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഓപ്പറേഷൻ തുഫാൻ കെയർ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ആശുപത്രികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തിലെ 35ഓളം പ്രമുഖ ആശുപത്രികൾ ഇന്ന് തുഫാൻ കെയറിനോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി, ഇപ്പോഴിതാ കാരിത്താസ് ആശുപത്രി, അങ്ങനെ 35ഓളം ആശുപത്രികളുമായി ഞാൻ നേരിട്ട് DGPയും ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളമെമ്പാടുമുള്ള ആശുപത്രികൾ തുഫാൻ കെയറിന് വേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് അയൽ സംസ്ഥാനങ്ങൾ ഈ ഓപ്പറേഷൻ തുഫാനുമായി സഹകരിക്കുന്നു. കഴിഞ്ഞ ദിവസം കർണാടകം, തമിഴ്നാട്, പോണ്ടിച്ചേരി, അതോടൊപ്പം തന്നെ ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ DGPമാർ തിരുവനന്തപുരത്ത് സമ്മേളിച്ചു. അവരൊരുമിച്ച് ചേർന്ന് തീരുമാനിച്ചു കേരളത്തിൽ ആരംഭിച്ച ഈ ഓപ്പറേഷൻ തുഫാന് പൂർണ്ണ പിന്തുണ നൽകാൻ. അവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ വലിയ വെല്ലുവിളിയെ നേരിടാൻ കഴിയുള്ളൂ. ഇത് കടന്നു വരുന്നത് അതിർത്തി കടന്നു വരുന്നു, ഇത് ആകാശത്തുകൂടെ വരുന്നു, കടലിലൂടെ വരുന്നു, റോഡിലൂടെയും റെയിലിലൂടെയും വരുന്നു. ഇതിനെ തടയണമെങ്കിൽ കേരള ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ കഴിയില്ല. ഇതിന്റെ വരവ് തടയാൻ 5 ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങൾ ഒരുമിച്ച് കൈകോർക്കുന്ന അപൂർവമായ ഒരു ആവേശകരമായ സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. എല്ലാവരും സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ടു. അദ്ദേഹം അപ്പോൾ തന്നെ ഇതിന്റെ നിർദ്ദേശം കൊടുത്തു. 16-ാം തീയതി തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ജോസഫിനെ ഞാൻ ചെന്നൈയിൽ വെച്ച് കാണുന്നുണ്ട്. ഈ തുഫാന്റെ പിന്തുണ നേടാൻ വേണ്ടി അദ്ദേഹത്തെ കാണുന്നുണ്ട്. മറ്റ് മുഖ്യമന്ത്രിമാരെയും കാണും. DGP തലത്തിൽ എല്ലാവരുമായി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യം ഇതിന്റെ വേരറക്കുക എന്നുള്ളത് തന്നെയാണ്. വെറും കേസുകൾ എടുത്ത് അവരെ വിടുകയല്ല. ഇപ്പൊ തന്നെ 6000-7000 പേരെ അറസ്റ്റ് ചെയ്തു, 6000-ത്തിലധികം കേസുകൾ രജിസ്റ്റർ ചെയ്തു, 50-60 കോടി രൂപയുടെ മയക്കുമരുന്നുകൾ പിടിച്ചെടുത്തു. അതുകൊണ്ടാകുന്നില്ല. ജയിലുകൾ നിറയ്ക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. ഏറ്റവും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുക അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം ഇതുപയോഗിക്കുന്ന ആളുകളെ, വഴിതെറ്റിപ്പോയ നമ്മുടെ മക്കളെ ലഹരി വിമുക്തരാക്കി ജീവിതത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് പറയട്ടെ, ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൗത്യം തുഫാൻ കെയറാണ്. അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും സൈക്കോളജിസ്റ്റുകളെ ഇപ്പോൾ അവരോട് പോയി ക്ലാസ് എടുക്കാൻ പറയുന്നു, കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ആശുപത്രികളിൽ ഇന്ന് സൈക്യാട്രിസ്റ്റുകളുണ്ട്. അവരുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു, അവരെ ചികിത്സിച്ച് ഭേദമാക്കുന്നു, അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു. അത് എല്ലാവരുടെയും സഹായം ഈ കാര്യത്തിൽ അനിവാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലഹരി വിമുക്തമാക്കുക എന്ന് പറയുന്നത് ഒരു ചികിത്സയല്ല, അതൊരു ജീവകാരുണ്യ സേവനമാണ്. കാരിത്താസ് പോലെ മഹത്തായ സ്ഥാപനം
മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും നല്ല ആരോഗ്യ കേന്ദ്രം ഇതിൽ മുന്നോട്ട് വരുമ്പോൾ അത് നമ്മുടെ നാടിന് കരുത്തുണ്ടാക്കുന്നു. അത് സേവനത്തിൻ്റെ മകുട ഉദാഹരണമായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൂചന. ഇവിടെ ഈ തുഫാൻ ഷീൽഡ് അടുത്ത ഘട്ടമാണ്. തുഫാൻ ഷീൽഡ് അതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുക. എന്താണ് തുഫാൻ ഷീൽഡ്? എന്തുകൊണ്ടാണ് ഈ ഇങ്ങനൊരു പദ്ധതി? ഞാനത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു റൂറൽ SP പങ്കുവെച്ച ഒരു സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു പറയട്ടെ. മയക്കുമരുന്നിനെ കുറിച്ചും അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചുമുള്ള കൃത്യമായി അറിവുള്ള ഒരു നഴ്സ് ഒരു സ്ത്രീ SP ഓഫീസിലെത്തി പരാതി പറയാൻ. അവർ വന്നത് അവരുടെ പരാതികൾ പറയാനാണ്. ചെറുപ്പക്കാരിയാണ്, കൂടിയാലും 40 വയസ്സ് പ്രായമുണ്ടാകും. പ്രണയ വിവാഹമായിരുന്നു. വീട്ടുകാർ എതിർത്തതോടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആരംഭിച്ചു. യുവതി നഴ്സായി ഒരു സ്വകാര്യ ആശുപത്രി ജോലിക്ക് കയറി. എന്നാൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വളരെ എളുപ്പത്തിൽ അവർ ലഹരിയുടെ വഴിയിലെത്തപ്പെട്ടു. ഭർത്താവിനും അവർ ലഹരി കൊണ്ടുവന്ന് നൽകി. ഇരുവർക്കും ഈ ജീവിതം ഒരു ആഘോഷമായി തോന്നി. അവർക്ക് മക്കളുണ്ടായി. മക്കളെ അവർ വളർത്തുന്നു. ജോലിക്കിടെ പരിചയപ്പെട്ട ആളുകളാണ് അവർക്ക് ലഹരി നൽകിയത്. ഒടുവിൽ ഈ ദമ്പതികൾ MDMA പോലെയുള്ള മാരക രാസലഹരിയുടെ അടിമകളായി കാരിയേഴ്സായി മാറി. ഭാര്യ ആശുപത്രിയിലും ഭർത്താവ് പുറത്തും ലഹരിയുടെ ഇടപാടുകൾ നടത്തി. വൈകാതെ അവരുടെ ജീവിതം പൂർണ്ണമായി തകർന്നു. കാര്യങ്ങൾ കൈവിട്ടുപോയി. ആരോഗ്യം ക്ഷയിച്ചു. ജോലിക്ക് പോകാൻ കഴിയാതെയായി. ജോലി പോയി. മുഖം കോടി. പല്ലുകൾ കൊഴിഞ്ഞു. ജരാനരകൾ ബാധിച്ചു. മക്കൾ കൗമാരത്തിലെത്തി. ഇതോടെ ഈ വഴിയിൽ നിന്ന് പിന്തിരിയാൻ അവർ ശ്രമിച്ചു. അപ്പോൾ ലഹരി മാഫിയ അവരെ പിന്തുടർന്നു. ഭീഷണിയായി. നാട്ടുകാരിടപെട്ട് അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചു. മക്കളെ ഒരു ചൈൽഡ് ഹോം ഏറ്റെടുത്തു. ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങി. നഴ്സ് പുറത്തിറങ്ങി. പക്ഷേ ഭർത്താവ് ഇപ്പോഴും ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയാണ്. എങ്ങോട്ട് പോകണമെന്നറിയില്ല. എന്നറിയാതെ വീട് മാറി മാറി താമസിച്ചു. വീടുകൾ വാടകയ്ക്ക്. എന്നാൽ പഴയ ആളുകൾ, ലഹരി മാഫിയയുടെ ആളുകൾ കണ്ടുപിടിച്ച് അവരെ ശല്യം ചെയ്യാൻ തുടങ്ങി. മാഫിയ പിന്തുടർന്നോടെ താമസിക്കാൻ വീട് കിട്ടാതായി. ഒഴിഞ്ഞ വീടുകളിൽ ആരോരും അറിയാതെ പോയി താമസിക്കാൻ തുടങ്ങി. എവിടെ പോയാലും പിറകെ നടന്ന് ഭീഷണിയും ശല്യവുമായി. അവർക്ക് പേടിയാണ്. മക്കളെ കാണാൻ പോലും ഭയമാണ്. പുറകിൽ ആരോ ഉണ്ടെന്നുള്ള തോന്നലാണ്. അങ്ങനെയാണ് അവർ SP ഓഫീസിലെത്തിയത്. എത്തിയതെല്ലാം തുറന്നു പറഞ്ഞു. സർ, ഞാൻ ജീവിതത്തിലെല്ലാം അനുഭവിച്ചു തീർത്തു. ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. എന്നെ ഒന്ന് സഹായിക്കണം. ആ സഹോദരി കണ്ണുനീരോടെ പറഞ്ഞു. SP നേരിട്ട് ഇടപെട്ടു. ആ സ്റ്റേഷൻ പരിധിയിൽ അവരുടെ വീടിനടുത്തായി പെട്രോളിംഗ് അനുവദിച്ചു. ഇവർ പറഞ്ഞ ആളുകളെ നിരീക്ഷിക്കുകയും ലഹരിയുടെ കൂടുതൽ ഉറവിടങ്ങൾ കണ്ടെത്താൻ പോലീസ് സഹായിച്ചു. നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. SP ഇപ്പോഴും അത് ഫോളോ അപ്പ് ചെയ്ത് പഞ്ചായത്തുമായി സംസാരിച്ച് വീടിൻ്റെ കാര്യം ശരിയാക്കി കൊടുക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ലഹരിയുടെ ഭവിഷ്യത്തുകളെ കൃത്യമായി പഠിച്ച് രോഗികളെ പരിചരിക്കുന്ന ഒരു നഴ്സ് പോലും ഇതിൻ്റെ കെണിയിൽപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ ലഹരി മാഫിയ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്ത് എത്ര വലുതാണ്. ആൺകുട്ടികളെക്കാൾ, അല്ലെങ്കിൽ ഒരു പരിധിവരെ ആൺകുട്ടികളെ പോലെ പെൺകുട്ടികളുടെ ഇടയിലും ലഹരി വ്യാപനം വളരെ കൂടുതലാണെന്നാണ് ഏറ്റവും പുതിയ കണ്ടുപിടുത്തം. ഈ ഭീകരത അറിയാവുന്നവർ പോലും ഇതിൻ്റെ ഇരകളായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ ഈ പ്രശ്നത്തെ കാണേണ്ടത്. ഒരു നഴ്സ് ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ പോലും മയക്കുമരുന്ന് കിട്ടുന്നു എന്നത് വന്നാൽ നമ്മൾ എവിടേക്ക് പോകുന്നു എന്നാണ് ആലോചിക്കേണ്ടത്. ഇന്നലെ നമ്മുടെ DIGയെ ഞാൻ യതീഷ് ചന്ദ്ര എറണാകുളത്ത് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്കൂൾ വാൻ ഉണ്ടല്ലോ, ആ സ്കൂൾ വാനിൽ മുഴുവൻ പരിശോധിക്കാൻ പറഞ്ഞു ഡ്രൈവർമാരെ. 29 ഡ്രൈവർമാർ മദ്യപിച്ചായിരുന്നു സ്കൂൾ വാൻ ഓടിച്ചതെന്ന് കണ്ടെത്തി. പ്രിയപ്പെട്ടവരെ, ആ 29 പേരുടെയും ലൈസൻസ് പോലീസ് ക്യാൻസൽ ചെയ്തു എന്ന് പറയാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ്.
നമ്മുടെ പിഞ്ചോമന മക്കളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന വാനിന്റെ ഡ്രൈവർമാർ മദ്യപിച്ച് മതോന്മത്തരായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ സ്കൂൾ വാനിൽ കൊണ്ടുപോകുന്നത്. ഓട്ടോറിക്ഷയിൽ 10ഉം 18ഉം കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നു. മദ്യപിച്ചാണ് ഈ ഡ്രൈവർമാർ. 29 പേരെ പിടിച്ചു എന്നറിയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ, പേരക്കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന വാഹനം ഓടിക്കുന്നവൻ മദ്യപിച്ച് പോകുന്നു. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചോ ഏത് ആക്സിഡന്റും ഉണ്ടാകാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് നമ്മളുടെ സർക്കാർ സംവിധാനം ഈ കാര്യങ്ങളൊക്കെ ശക്തമായ നടപടിയെടുക്കും. ഒരു സംശയം വേണ്ട. സ്കൂൾ ബസിന്റെ ഡ്രൈവർമാർ ഇനിയും ആരെങ്കിലും മദ്യപിച്ച് കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അവരഴിക്കുള്ളിലാകുമെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തണം. സർക്കാർ സംവിധാനങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു അഫിഡവിറ്റ് ഇനി മുതൽ കൊടുക്കുന്ന സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന് ഒപ്പിട്ട് നൽകുന്ന ഒരു വ്യവസ്ഥ ഇപ്പോൾ തന്നെ ഉണ്ട്. ലോകത്തിലെ മൾട്ടിനാഷണൽ കമ്പനികളും ഇത്തരം നിയമങ്ങൾ നടപ്പാക്കുന്നുണ്ട്. എന്നാൽ സ്വകാര്യ ചാരിറ്റബിൾ മേഖലയിലെ തൊഴിലിടങ്ങളിൽ ഇത്തരം ഒരു ലഹരി വിരുദ്ധ സമീപനം ഇതുവരെ വന്നിട്ടില്ല. ലഹരി ഉപയോഗിച്ചാൽ സ്വന്തം ജോലി പോകുമെന്നുള്ള ഭയവും നിയമപരമായ ചട്ടക്കൂട് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പലരും ഇതിൽ കുടുങ്ങിപ്പോകുന്നത്. ആ സാഹചര്യം നമുക്ക് മാറ്റണം. ഒരിക്കൽ ലഹരി ഉപയോഗം തെളിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുമെന്ന സാഹചര്യം വന്നാൽ അത് പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സഹായിക്കും. അങ്ങനെ ഒരു തീരുമാനം സ്വന്തം സ്ഥാപനത്തിൽ കൊണ്ടുവരാൻ മാനേജ്മെന്റുകൾ ധൈര്യം കാണിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ജീവൻ രക്ഷിക്കേണ്ട ആശുപത്രികളുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കാരിത്താസ് വിപ്ലവകരമായ തീരുമാനമെടുത്തിരിക്കുന്നു. ഓപ്പറേഷൻ തുഫാൻ ഷീൽഡ് നടപ്പാക്കാനുള്ള തീരുമാനമെടുത്തത്. ബഹുമാനപ്പെട്ട ബിനു കുന്നത്തച്ഛനെയും ഇവിടുത്തെ മാനേജ്മെന്റിനെയും ഹാർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ജോലി ചെയ്യുക, ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് തുഫാൻ ഷീൽഡിന്റെ ലക്ഷ്യം. അതിന്റെ മറവിൽ ലഹരിയുടെ കാരിയേഴ്സ് ആകാനോ ഉപയോഗിക്കാനോ ആരെയും നമ്മൾ അനുവദിക്കില്ല. തൊഴിലിടങ്ങളിലെ ജീവനക്കാരെയും സംരക്ഷിക്കുന്ന വലിയ ഉത്തരവാദിത്വം ഇന്ന് ആരംഭിക്കുന്ന ഈ കാരിത്താസിന്റെ മണ്ണിൽ നിന്ന് കേരള ഗവൺമെന്റ് ആരംഭിക്കുകയാണ്. തുഫാൻ ഷീൽഡിന്റെ ഭാഗമായി HR വഴി നടപ്പാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ പോളിസിയാണ് പ്രൊജക്ട് പോഡ, പ്രിവെൻഷൻ ഓഫ് ഡ്രഗ്സ് അബ്യൂസ് എന്ന ഈ പദ്ധതി മയക്കുമരുന്നിൽ നിന്ന്, ലഹരിയിൽ നിന്നും നമ്മുടെ പുതിയ തലമുറയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്നും മരുന്നുകൾ കൊടുക്കാൻ പാടില്ല, വാങ്ങാനും പാടില്ല. മയക്കുമരുന്ന് സ്വഭാവമുള്ള മരുന്നുകൾ, ഇപ്പം മയക്കുമരുന്ന് കിട്ടാതായപ്പം ക്യാൻസറിന് കുത്തിവെക്കുന്ന ചിലരെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പോലീസ് കണ്ടുപിടിച്ചു. സ്ഥലമൊന്നും ഞാൻ പറയില്ല. എന്നാലോചിച്ച് നോക്കുക. ക്യാൻസറിന് കുത്തിവെക്കേണ്ട മരുന്ന്, ലഹരി മരുന്ന് കിട്ടാത്തതുകൊണ്ട് കുത്തിവെച്ച് 3 പേരെ കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയുണ്ടായി. മെഡിക്കൽ ഷോപ്പുകളോട് ഇത്തരം മരുന്നുകൾ ദുരുപയോഗം ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തിക്കേണ്ടത് നിയമപരമായിട്ടായിരിക്കണം. വൈകുന്നേരങ്ങളിൽ ഫാർമസിസ്റ്റ് ഇല്ല മെഡിക്കൽ ഷോപ്പിൽ. ആ സമയം നോക്കി ക്യാൻസറിന്റെ മരുന്ന് ചെല്ലുന്നവർക്ക് എഴുതി കൊടുക്കുന്നവർ സൂക്ഷിക്കണം. അതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പോകുന്നില്ല. ഓപ്പറേഷൻ തുഫാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചേക്കണം. അതുപോലെയാണ് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, ഓട്ടോറിക്ഷയിൽ ചില ആളുകൾ, എന്തിനേറെ നമ്മുടെ ആംബുലൻസിൽ ചില ആൾ, രോഗി പോലുമില്ല, ആരുമില്ല, ഫോണടിച്ച് ലൈറ്റിട്ട് മയക്കുമരുന്ന് കൊണ്ടുപോകുന്ന 4 സ്ഥലങ്ങളിലാണ് പിടിച്ചത്. അപ്പോൾ കേരള പോലീസിന്റെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ കണ്ണ് എല്ലായിടത്തുമുണ്ട്. ഇത് കണ്ണ് വെട്ടിച്ച് ചെറുപ്പക്കാരികളെയും വിദ്യാർത്ഥികളെയും വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരാളെയും ഞങ്ങൾ പോലീസ് വെറുതെ വിടില്ല, ശക്തമായി തന്നെ നേരിടും.
ഓപ്പറേഷൻ തുഫാൻ എന്ന ഈ മഹാദൗത്യത്തിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വന്ന കാരിത്താസിനോടും ഇവിടുത്തെ ജീവനക്കാരോടും മാനേജ്മെന്റിനോടും ജ്ഞാനായ സഭയോടും കേരള ഗവൺമെന്റിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനിത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.